ഹലോ ഗായ്സ്, ഐ എം ഹെൽജി ഹേ ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഇതിനെ കൊണ്ടൊരു പെടപ്പെടുക്കാനാണ് നമ്മളെ നെയ്മറിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടൊരു പെടപ്പെടണം. ഇതൊക്കെ കൂടിയാണ് 101 ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അഗ്രഷൻ കുറവാണ്. ഗിക്കുമ്പോൾ ബാലൻസ് ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഫിസിക്കാലിറ്റിയാണ് 6 സ്കില്ല് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ ഫിസിക്കാലിറ്റിയാണ് ബൂസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ബൂസ്റ്റർ പിന്നെ നല്ലത് ഇതാവാനുള്ള പണി എനിക്കറിയില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മളെ 103 ആവാനുള്ള ഞാൻ കുറേ പക്ഷേ ഫിസിക്കാലിറ്റിയിൽ ഇപ്പോൾ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ വെച്ചുകൊണ്ട് അപ്പോൾ നെയ്മറിനെ കുറിച്ച് സ്കില്ല് വല്ലതും കൊടുക്കാം. 34 സ്കിൽ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആദ്യം കിട്ടിയ റബോണില്ലാത്ത സ്കില്ലാണ്. പിന്നെ കിട്ടിയത് ഗെയിംസ്മാൻഷിപ്പ്, അതൊക്കെ ഉള്ളതാണ് ബ്രോ. പിന്നെ കിട്ടിയത് വേറെ ഇതല്ല, ഫസ്റ്റ് ടൈം ഷോട്ട്, അത് നല്ലൊരിതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഗോൾ എടുക്കുക. ഹെഡിങ് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. സെൻറ്റർ ഫോർവേഡ് ഇറങ്ങാൻ പോകുന്നില്ലല്ലോ. സോൾ കൺട്രോൾ അത് കുഴപ്പമില്ലാത്തതാണ്. ഫുഡ് ഫാപ്പ് അത് നമുക്ക് ഉള്ളതാണ്. പിന്നെ അക്രോബാറ്റിക് ക്ലിയറൻസ് അത് ശരിക്കും ആവശ്യമില്ല, അത് നമുക്ക് മാറ്റാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അക്രോബാറ്റിക് ക്ലിയറൻസ് ഇട്ട് എന്തുണ്ടാക്കാനാണ് ഓനെ ഡിഫൻഡർ ഒന്നും പോയി നിൽക്കാൻ പോകുന്നത്. വെയിറ്റഡ് ബോസ് അത് നല്ലതാണ്, ചില ക്രോസൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ. പിന്നെ എന്തായാലും ഹെഡിങ് വേണ്ടിയല്ല, നമുക്ക് പൊസിഷൻ ട്രെയിനിങ്ങിലോട്ടൊന്ന് കൊടുക്കാം. സെൻറ്റർ ഫോർവേഡ് വിട്ട് നോക്കാം. ലെഫ്റ്റ് വിങ്ങാണ് ആദ്യത്തേത് കിട്ടുന്നത്. ലെഫ്റ്റ് മിഡിൽ ഫീൽഡർ വേണ്ട, റൈറ്റ് മിഡിൽ ഫീൽഡർ വേണ്ട. നമുക്ക് വേണ്ടത് സെൻറ്റർ ഫോർവേഡാണ്. അത് ആ സെൻറ്റർ ഫോർവേഡ് ഒന്ന് കത്തട്ടെ. റൈറ്റ് വിങ് ഫോർവേഡ് കത്തി വേണ്ട, റൈറ്റ് വിങ് ഫോർവേഡ് മതിപ്പോൾ. അത് നല്ല ആകുമ്പോൾ അങ്ങനെ എഴുതായിക്കോളും. എന്തായാലും നമുക്ക് റിവ്യൂ ആണല്ലോ, റിവ്യൂ നമുക്ക് കാണാം. ഇതിൻ്റെ നെയ്മർ റെഡി ഉണ്ട് ഗൈസ്. നമുക്ക് സോളോ ഗോളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓരോ ടോണൊക്കെ ഉണ്ട്, സോൾ കൺട്രോളൊക്കെ എന്താ ചെയ്യുന്നു. നല്ല സ്കില്ലൊക്കെ എടുക്കുന്നുണ്ട്. ഓ ഗൈസ്, നെയ്മർ സീൻ തന്നെ കിട്ടില്ല. ഇനി ബ്ലിറ്റ്സ് എങ്ങനെയാണെന്ന് കൂടി നോക്കിയാൽ മതി. ഡുവേ പിന്നെ ഡ്രിബിളിങ് ഉണ്ട്, ബ്ലിറ്റ്സ് ഇല്ല. പക്ഷേ ഡ്രിബിളിങ് വലിയതില്ല, നെയ്മറിൻ്റെ അത്രക്കില്ല. നെയ്മർ ഏതാ കളി? ഇനി ബ്ലിറ്റ്സും കൂടി നേർക്കണ്ടെങ്കിൽ നെയ്മർ കൊണ്ടുപോയി ഗൈസ്. ഓ നെഹുൽ മൊളീന നെയ്മറിന് ഇതൊക്കെ കിട്ടുന്നു. നെയ്മറിന് കിട്ടുന്നു. നെയ്മർ ബ്ലിറ്റ്സ് ഉണ്ട് ഗൈസ്. നെയ്മർ അത്യാവശ്യത്തിന് ട്രൈ ചെയ്യുന്നുണ്ട്. നെയ്മർ കിണ്ണം തന്നെയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. നെയ്മർ ഇപ്പോൾ വരെ സീനായിട്ട് ഗൈസ്. വീണ്ടും നെയ്മർ റെഡി ഉണ്ട്. നെയ്മർ നെയ്മറിനെ അത്രക്കും ഭയങ്കര വലിയ ഡ്രിബിളിംഗ് ഒന്നും നെയ്മറിനെ കൊണ്ട് കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത്. നെയ്മർ പിന്നെ ആൻഡേഴ്സിലുള്ള നല്ല കഴിയാവുന്ന വിധം ചെയ്യണ്ട. ഏതാ ഗോൾ കണ്ടില്ലേ? ബ്ലിറ്റ്സ് പറഞ്ഞ സാധനം കിട്ടാം. നെയ്മറിനെ വിളിച്ചിട്ടുണ്ടെന്ന് നെയ്മർ തെളിയിച്ചിരിക്കുകയാണ് ഈ കളി തന്നെ. നെയ്മർ അന്ന് കളി തുടങ്ങിയതും നെയ്മർ ബ്ലിറ്റ്സ് എന്ന് തെളിയിക്കണേ. അതുപോലെ നെഹുൽ മൊളീന വരെ അങ്ങനെ കൈയ്യൊട്ടി കാണിച്ചു തരികയാണ്. ഏതാ ബ്ലിറ്റ്സ്? ആ ഫോൺ പോക്കുണ്ട്, നമ്മൾ ബോള് കണ്ടോളിട്ടോ. അങ്ങനെ എടുത്തു ഇങ്ങോട്ട് എടുക്കുന്നു, ഒറ്റട്ടി. ബ്ലിറ്റ്സ് പറഞ്ഞാൽ അതാണ് സാധനം, ബ്ലിറ്റ്സ് തന്നെ. വീണ്ടും നെയ്മർ നെഹുൽ മൊളീനൻ്റെ നഡ്മകിടുന്ന് കണ്ടില്ലേ? ഏതാ സ്കില്ല്. പിന്നെ മൊളീനെ വന്ന് എടുക്കുകയാണ്. നെയ്മറിനേക്കുന്ന ബോള് ബ്ലിറ്റ്സ് പറഞ്ഞാൽ ബ്ലിറ്റ്സിൻ്റെ ആശാനിലൊന്ന് വരും നെയ്മർ. ഇതിപ്പോൾ തിയാഗോ അൽമദല്ലേ, ഇതൊക്കെ കുട്ടിപ്രായക്കാരാണ്. ഇവരൊക്കെ സുഖമായിട്ട് നെയ്മർ ബീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അടുത്ത ബ്ലിറ്റ്സ് ഗൈസ്, വീണ്ടും അടുത്ത ബ്ലിറ്റ്സ് ഗോൾ. ഗൈസ് നെയ്മർ തിമിർത്ത ആടുകയാണ്. ആ സെലിബ്രേഷൻ അങ്ങനെ ആക്കിയിട്ട് ഒരു സ്റ്റാർട്ടാവും.
എന്താ 2 ബ്ലിറ്റ്സ്, എന്താ സ്കില്ലൊക്കെ നോക്കി. മെട്രനെടുത്തു ഒറ്റട്ടി. ഒരു ഒന്നാമത്തെ ബ്ലിറ്റ്സ്, അതാണ് ബ്ലിറ്റ്സ്. നെയ്മർ ഗസ് കിടന്നാണ്. ഇനിയിപ്പോൾ മറ്റവനെ എടുത്തവർ ഉണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ കമൻറ്റ് ചെയ്യും. നല്ല ഫിനോമിനൽ ഫിനിഷിംഗ് ആണ് കാണണം. വീണ്ടും നെയ്മറിന് അവിടെ ഉണ്ട്. മറ്റവന് ഫിനോമിനൽ ഫിനിഷിംഗ് ആണ്. ഓന് പിന്നെ നല്ല ഇതാണ്. ആരെടുക്കുന്ന ആൾക്കാർ എല്ലാവരും ഡൗട്ടിലായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തത് നെയ്മറിന് തന്നെയാണ്. പക്ഷെ കളിക്കുണ്ടാവും ചിലപ്പോൾ ഓനെടുത്തവരുണ്ടാവും. മീൻസ് 104 നെയ്മറൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഓരോന്നും പിന്നെ എടുത്തിട്ടുണ്ടാവില്ല. അത് കൊളായി ഗൈസ്, അത് വിളിച്ച് കൊളായി ഗൈസ്. വീണ്ടും നെയ്മർ ജസ്റ്റ് ട്രാപ്പ് ചെയ്യാണ്. ആ സ്ട്രൈറ്റിൽ പോരാൻ നോക്കിയതാണ് നെയ്മർ. അപ്പോൾ ഗൈസ് നമുക്കൊരു ഗോളൊക്കെ കിട്ടിയിട്ടുണ്ട്. നെയ്മറിനൊന്ന് ഇങ്ങനെ കൊടുത്തു നോക്കാം. നെയ്മർ എടുക്കുമല്ലോ കാണാമല്ലോ. നെയ്മർ എടുക്കാൻ ഇവിടെ വരെ വന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആത്മാർത്ഥത്തിൽ ട്രാപ്പാക്കിയിട്ടുണ്ട്. ഗൈസ് ഒരു ഗോൾ ഇട്ടുണ്ട്. നമുക്ക് വീണ്ടും നെയ്മറിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും നെയ്മർ അറ്റാക്കിങ്. ആ എഡിച്ചിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭയമാണ്. അടുത്ത ബിറ്റ്സ് അടിക്കാൻ. വീണ്ടും നെയ്മർ സുഖമായിട്ട് സോളോ ഗോൾ അടിക്കാനുള്ള രീതിയിലുള്ള ഓട്ടം ആണ്. സ്കാൻഡോണാ. വീണ്ടും നെയ്മർ ഇപ്രാവശ്യം 1-1 ഗോളാകും വാശിയിലൂടെ. നെയ്മർ പറഞ്ഞാൽ ആദ്യം കുറേ സ്കില്ലെടുക്കുന്ന ടേണാണ്. അപ്പോൾ എല്ലാവരും നെയ്മറിൻ്റെ റിവ്യൂ കണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാ കളി! അപ്പോൾ നെയ്മർ എടുത്തു കൊടുക്കണമെങ്കിൽ ലക്കെന്ന് ഞാൻ പറയുള്ളൂ. നല്ല കളി കളിച്ചിരിക്കുന്ന നെയ്മർ. പിന്നെ മറ്റവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാണ്, മറ്റേ ഫിനോമിനൽ ഫിനിഷിങ്ങിൻ്റെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ പോകാൻ ടാറ്റാ.